അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് നടന്ന് വന്നത് ഇത് സഖീഫ് ഗോത്രക്കാരുടെ ഒരു തോട്ടം ഇവിടെ ഉണ്ടായിരുന്നു. സഖീഫ് ഗോത്രക്കാരെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ത്വായിഫിൽ പോകുമ്പം പറഞ്ഞിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ ആമിന ഉമ്മയുടെ കുടുംബക്കാരാണ് ആര്? സഖീഫ് ഗോത്രക്കാർ. അങ്ങനെ അവരിവിടെ മദീനയിലുണ്ടായിരുന്നു. ആ സഖീഫ് ഗോത്രക്കാർക്ക് ഒരു നല്ലൊരു തോട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് അതിൽ ബനു സായിദ എന്ന് പറഞ്ഞൊരു പന്തലുണ്ടായിരുന്നു. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുത്തത്, ആ സംഭവം, ആ പരിപാടി നടന്നത്, ബൈഅത്ത് നടന്നത് ഇവിടെ വെച്ചാണ്. അതിൻ്റെ ഒരു മുമ്പൊരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു, ആ തോട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ എന്തോ ഒരു പണിയൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പുതിയ ഇതൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. ആദ്യം അതിൻ്റെ മുമ്പിൽ ആ തോട്ടം അതുപോലെ നിലനിർത്തിയിട്ട് 2-3-4 വർഷങ്ങൾക്ക് മുമ്പ് ആ ബോർഡൊക്കെ ഇവിടെ വെച്ചിരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് നന്നായി വെക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ 6ാമത്തെ വയസ്സിൽ ആമിന ഉമ്മ റസൂലുള്ളാഹിനെയും കൂട്ടിയിട്ട് ഈ കുടുംബക്കാരടുത്ത് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ പുരുഷന്മാർ സലാം പറയാൻ വേണ്ടി പോകുന്ന ഒരു ഗേറ്റ് ബാബുസലാമാണല്ലോ, അല്ലേ? ബാബുസലാമിലൂടെയാണ് കയറുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഗേറ്റിൻ്റെ പേര് ബാബുർ റഹ്മ എന്നാണ്. ബാബുർ റഹ്മ എന്ന ഗേറ്റിന് പേര് കൊടുക്കാനുള്ള കാരണം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അതിലെ കയറി അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, റസൂലേ, മഴയില്ലാതെ വല്ലാതെ വിഷമിക്കുകയാണ്, ഇവിടെ വെള്ളമില്ല, കുട്ടികൾക്ക് പോലും മുലപ്പാൽ കൊടുക്കുന്ന ഉമ്മമാരുടെ മുലയിൽ നിന്നൊക്കെ രക്തമാണ് വരുന്നത്, ആ രീതിയിൽ വെള്ളമില്ലാതെ വലിയ വരൾച്ചയാണ്, അതുകൊണ്ട് തങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് തന്നെ, ഖുതുബയിൽ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ദുആ ചെയ്തു. നല്ല മഴ വർഷിക്കാൻ തുടങ്ങി. ഒരാഴ്ചക്കാലം നല്ല മഴ, ശക്തമായ മഴ. പിറ്റത്തെ വെള്ളിയാഴ്ച ആ ആൾ കയറി ചെന്നിട്ട് റസൂലുള്ള ഖുതുബ ഓതുമ്പോൾ പറഞ്ഞു, റസൂലേ, വല്ലാതെ മഴ വർഷിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, എല്ലാം ഒഴുകിപ്പോയി, വീടുകൾ ഒഴുകിപ്പോയി, കൃഷികൾ നശിച്ചു പോയി, അതുകൊണ്ട് മഴ നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? തങ്ങൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള ഖുതുബയിൽ നിന്ന് തന്നെ അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈന എന്നാണ് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈന എന്നിങ്ങനെ കൈകൊണ്ട് കാണിച്ചപ്പോൾ കാർമേഘമൊക്കെ എന്ത് ചെയ്തു? നീങ്ങി അങ്ങോട്ട് പോയി. അല്ലാഹുവേ, ചുറ്റുഭാഗത്തും മഴ കൊടുക്കുക, ഞങ്ങൾക്ക് മഴ മതി എന്ന രീതിയിൽ റസൂൽ എന്ത് ചെയ്തു? ദുആ ചെയ്തു. ആ സംഭവം നടന്നത് ആ സ്വഹാബി കയറി ചെന്നതാണല്ലോ. അതുകൊണ്ട് ആ വഴിക്കുള്ള ഗേറ്റിന് ബാബുർ റഹ്മ, റഹ്മത്ത് എന്ന മഴ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അനുഗ്രഹമാണെങ്കിലും അള്ളാഹുവിൻ്റെ റഹ്മത്താണ് മഴ പെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് എന്ത് ചെയ്ത് ആ ഒരു ഗേറ്റ് ഉള്ളത്. ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് പില്ലറുണ്ട് മുറ്റത്തേക്ക്. അവിടെ നിന്ന് 10ാമത്തെ പില്ലറിൻ്റെ അടിയിലാണ് റസൂലുള്ളാഹിയുടെ വാപ്പ അബ്ദുള്ള എന്നവരുടെ ഖബറുള്ളത്. അപ്പോൾ ആമിന ഉമ്മ 7ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്, ഒന്ന് കുടുംബക്കാരെ കാണാം, മറ്റൊന്ന് വാപ്പാടെ ഖബർ സിയാറത്ത് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ റസൂലുള്ളാഹി ഇവിടെ വന്നപ്പോഴാണ് നീന്തം പഠിക്കുകയൊക്കെ എന്ത് ചെയ്തത്. ആ സംഭവങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച പ്രദേശത്തു കൂടെയാണ് നമ്മളിങ്ങനെ നടന്ന് കാണുന്നത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ നമ്മുടെ ഓരോ ചവിട്ടടിയും. ഈ ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ. അല്ലാഹു തആല വലിയ പ്രതിഫലം അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് പിന്നെ റൂമിലേക്ക് എന്ത് ചെയ്യാം? പോകാം. മറ്റ് ഹറമിൻ്റെ ഉള്ളിൽ നമുക്ക് പുരുഷന്മാർക്ക് കാണേണ്ട കുറേ സ്ഥലമുണ്ട്. ആയിഷ ഉമ്മ വെള്ളമെടുത്ത കിണർ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഹറമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നീങ്ങുന്ന കുബ്ബകളൊക്കെ ഉണ്ട്. അതൊക്കെ പുരുഷന്മാർക്ക് ഇൻഷാ അല്ലാഹ് നേരിട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാണാം. റബ്ബ് തൗഫീക്ക് ചെയ്തെങ്കിൽ ഇൻഷാ അല്ലാഹ് വരുന്ന വെള്ളിയാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്ത് മക്കയിലേക്ക് പോവേണ്ടത്. ഒരാഴ്ചക്കാലം മദീനയിലുണ്ട്. നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തണം. റബ്ബിൻ്റെ തൗഫീക്കോടുകൂടെ അൽഹംദുലില്ലാഹ് വന്നവരൊക്കെ റാഹത്തായ രീതിയിൽ നമ്മൾ റൗളയിലൊക്കെ എന്ത് ചെയ്തു? കയറി നിസ്കരിക്കാൻ സാധിച്ചു. നമ്മളെ സഹോദരിമാരൊക്കെ 2 പ്രാവശ്യവും 3 പ്രാവശ്യവും എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കരിച്ചിട്ടുണ്ട്. പുരുഷന്മാർ ഇന്നലെ കയറിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെയും റബ്ബ് തൗഫീക്ക് ചെയ്തെങ്കിൽ പുരുഷന്മാർക്ക് അവസരമുണ്ട് അവിടെ കയറി നിസ്കരിക്കാനും റസൂലുള്ളാഹിക്ക് സലാം പറയാനും അവിടുത്തെ പൊരുത്തവും തൃപ്തിയും സമ്പാദിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.